എന്നെ കാണാനേ ഈ പെയിൻറ്റിങ്ങിലെ സ്ത്രീയെ പോലെ ഉണ്ടോ നിൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ പുള്ളിക്ക് അരവട്ടാണല്ലോ, പോരാത്തതിന് നല്ല പുള്ളി. പക്ഷെ നല്ലൊരാൾ തന്നെയാണ്. അതുകൊണ്ടല്ലേ ഒരു ദിവസം വന്ന് വിളിച്ചപ്പോൾ ഞാൻ കൂടെ ഇറങ്ങിപ്പോയത്. എല്ലാം വിട്ടിട്ട്, അച്ഛനെയും അമ്മയും ചേട്ടന്മാരെയും ഒക്കെ വിട്ടിട്ട്. എൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ പുള്ളി അത് വിറ്റു. എന്നിട്ടാണ് സ്റ്റുഡിയോ വാങ്ങിച്ചത്, മോണാലിസ സ്റ്റുഡിയോ. പിന്നെ അവിടെ തന്നെയായിരുന്നു താമസം, ഒരു മൂലയ്ക്ക് കിടപ്പ്, ഭയങ്കര ദാരിദ്ര്യം. എല്ലാ ദിവസവും വൈകിട്ടാവുമ്പോൾ എൻ്റെ അച്ഛൻ കുറേ ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അപ്പുറത്തെ ആ മുറിയിലിരുന്ന് കുടിക്കും. ഒരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ പേരിലുണ്ടായിരുന്ന തറവാട് സ്വത്തില്ലേ, അത് ചേട്ടൻ്റെ പേർക്ക് എഴുതി കൊടുത്തു, വിറ്റു. ആ കിട്ടിയ പൈസ വെച്ച് എന്ത് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറയുക, അത് തീർന്നു, അത് വെച്ച് ട്രാവൻകൂർ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുത്തു, അവിടെ ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടും, അങ്ങനെ ഒരുപാട് വർക്ക് കിട്ടുമെന്നൊക്കെ. അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. സ്റ്റുഡിയോയുടെ ഒരു മൂലയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന എൻ്റെ ചേട്ടനെ നോക്കി. എൻ്റെ പഴയൊരു സാരി വെച്ചായിരുന്നു അവനെ പുതപ്പിച്ചിരുന്നത്. ആളുകളാരും അന്വേഷിച്ചു വന്നില്ലേ? ആരും വന്നില്ല. പക്ഷെ ഒരിക്കൽ ഏതൊരു കല്യാണത്തിന് വെച്ച് നിൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത ചേട്ടനെ കണ്ടുവന്നു. പുള്ളിയായിരുന്നു അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. പുള്ളി പറഞ്ഞത് ചേട്ടൻ വഴക്കുണ്ടാക്കാൻ ചെന്നു എന്നാണ്. എന്നിട്ട് പുള്ളി നല്ല 2 കൊടുത്തു, 2 മാസത്തേക്ക് ഇനി എഴുന്നേക്കത്തില്ലെന്ന്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് കേട്ട് ഞാൻ ഭയങ്കര ചിരിയായിരുന്നു. എന്താ നീ അടുത്ത് വന്നിരിക്കും. എൻ്റെ മടി തല വെച്ച് കിടക്ക്, കുഴപ്പമില്ലെന്നോ? എനിക്ക് അമ്മയെ കാണാൻ ചെയ്യാം. എനിക്കെന്നെ പേടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു ദിവസം ഉച്ചയ്ക്കാണ് നീ ജനിച്ചത്. ഭയങ്കര മഴയുള്ളൊരു ഉച്ച. കുറേ ദിവസമായിട്ട് നീ എൻ്റെ വയറ്റിൽ കിടന്നിങ്ങനെ ചവിട്ടുന്നത് എനിക്കറിയായിരുന്നു. എനിക്കിതിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, എൻ്റെ കയ്യിലെടുക്കാൻ. എല്ലാ അമ്മമാരെ പോലെ നീ വളരുന്നത് കാണാൻ. നീ ആരാകും? നീ അച്ഛനെ പോലെ ആവോ, അതെന്നെ പോലെ?